പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു വട്ടം പാടുന്നവൻ ഇരുവട്ടം പ്രാർത്ഥിക്കുകയത്രേ ചെയ്യുക. വിശുദ്ധ ജസ്റ്റിൻ പുണ്യവാളന്റെ ഓർമ്മപ്പെടുത്തലാണ്. ഒരു വട്ടം പാടുന്നവൻ ഇരുവട്ടം പ്രാർത്ഥിക്കുക എത്രേ ചെയ്യുക. പ്രാർത്ഥനയെ ഇങ്ങനെ ഇരട്ടി ഫലവത്താക്കി തീർക്കാൻ ഗാനാലാപനത്തിന് സാധിക്കുമെന്ന് വചനം ഈ പുണ്യാളൻ നമ്മളെ ഓർമ്മപ്പെടുത്തും. ഇന്ന് വിശുദ്ധ സിസിലിയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. ദേവാലയ ഗായകരുടെ മധ്യസ്ഥയായ വിശുദ്ധ സിസിലി പുണ്യവതി. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, കർത്താവ് ജനിച്ച സമയത്ത് മാലാഖമാരുടെ ഒരു വൃന്ദം വന്ന് അവന് വേണ്ടി പാട്ടുകൾ പാടുന്നുണ്ട്. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ഇതേ കർത്താവ് മരണത്തിന് തൊട്ടു മുൻപ് ഗത്സമൻ തോട്ടത്തിലേക്ക് പോകുന്ന നേരത്ത് വചനം പറയുന്നുണ്ട്, അവൻ ഒരു സ്തോത്രഗീതം ആലപിച്ചതിന് ശേഷം ഒലിവ് മലയിലേക്ക് പോയി. പാട്ടെപ്പോഴും ഉള്ളിൽ കർത്താവ് കാത്തു സൂക്ഷിച്ചിരുന്നു. സ്വർഗത്തിൻ്റെ ഒരു പാട്ട്. ഈ ഉള്ളിൽ സംഗീതം കാത്തു സൂക്ഷിക്കാത്ത ഒരാൾക്ക് ഇതുപോലെ കവിത തുളുമ്പുന്ന വിധത്തിൽ വചനം പഠിപ്പിക്കാൻ പറ്റില്ല. ദൈവരാജ്യത്തെക്കുറിച്ച് പറയാൻ പറ്റില്ല. ദൈവത്തെ പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റില്ല. തമ്പുരാനിങ്ങനെ ഉള്ളിൽ കാത്തു സൂക്ഷിച്ചിരുന്ന സംഗീതം അതുപോലെ തന്നെ ജീവിതത്തിൽ കൊണ്ടു നടന്നൊരു വിശുദ്ധയുടെ തിരുനാൾ. വലിയ വലിയ ഹീലിംഗ് ആണ്. ഒരു മ്യൂസിക് തെറാപ്പി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ വചനത്തിൽ കാണുന്നത് സാവൂൾ രാജാവിൻ്റെ അടുത്ത് ചെന്ന് നിന്ന് തൻ്റെ തന്ത്രികൾ മീട്ടി സങ്കീർത്തനങ്ങൾ പാടിക്കൊണ്ടിരിക്കുന്ന ദാവീദിനെ കാണുമ്പോഴാണ് ഒരു പിശാച് അവനെ ആവേശിച്ചിരുന്നു എന്ന് സാവൂൾ രാജാവിനെ കുറിച്ച് പറയുന്നു. എന്നാൽ എപ്പോഴൊക്കെ ദാവീദ് തൻ്റെ കിന്നരം മീട്ടി സങ്കീർത്തനങ്ങൾ ആലപിച്ചിരുന്നു, ആ സമയത്തൊക്കെ ഈ പിശാച് അവനെ വിട്ട് ഓടിപ്പോയിരുന്നു എന്ന് പറയുന്നു. ഈ തിന്മയുടെ ശക്തികളെ ദൂരീകരിക്കാനായിട്ടുള്ള വലിയ പവർഫുൾ ആയിട്ടുള്ള അഭിഷേകം നിറഞ്ഞ നമ്മളുടെ സഭയുടെ ചിരപുരാതനമായിട്ടുള്ള ചില ഗാനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പുത്തൻപാനയൊക്കെ പാടുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിറയുന്ന ഒരു വിശുദ്ധിയുണ്ട്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ജീവിതം ഒന്ന് വിശുദ്ധീകരിക്കേണ്ടതിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തരുന്നുണ്ട്. ഒരു വണക്കമാസത്തിൽ നമ്മൾ പാടിക്കൊണ്ടിരിക്കുന്ന പാട്ടുകൾ നമ്മുടെ കുടുംബ ജീവിതത്തെ, നമ്മുടെ കുടുംബങ്ങളെയൊക്കെ വലിയ സംരക്ഷണത്തിൽ ഇങ്ങനെ പൊതിഞ്ഞതിൻ്റെ ഓർമ്മയുണ്ട് നമുക്ക് കുഞ്ഞുനാളിലെ മുതൽ. ചില പാട്ടുകൾ വെറുതെ ഇരുന്ന് കർത്താവിൻ്റെ മുൻപിലിരുന്ന് ഏറ്റുപാടുമ്പോൾ, നിന്നെ നോക്കി ഇരിക്കാനേ കഴിയുന്നുള്ളൂ, നിൻ സ്നേഹമോർത്ത് കരയാനേ ആവുന്നുള്ളൂ എൻ്റെ കർത്താവെ എന്നൊക്കെ പറഞ്ഞ് ഏറ്റുപാടുമ്പോൾ അത് നമ്മുടെ മനസ്സിൽ നിന്നുയരുന്ന പ്രാർത്ഥനയായി, കണ്ണീരായി അത് കർത്താവിൻ്റെ മുൻപിൽ വീഴുന്നുണ്ട്. പാട്ട് നമ്മളെ വല്ലാതെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. അതിൻ്റെ വരികൾ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതാണെങ്കിൽ, കർത്താവെ ഇന്ന് ദേവാലയ ശുശ്രൂഷകരുടെ, ദേവാലയ ഗായകരുടെ മധ്യസ്ഥയായി വിശുദ്ധയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ എങ്ങനെയാണോ ആ വിശുദ്ധ വാദ്യോപകരണങ്ങളോടുകൂടെ അങ്ങയെ ആരാധിച്ചത്, അതുപോലെ ഞങ്ങൾക്കും അങ്ങയെ ആരാധിക്കാനായിട്ടുള്ള കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുവിനെന്ന് സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ദാവീദ് കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ നൃത്തം ചെയ്ത് അവനെ ആരാധിച്ചു എന്ന് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ആ ഒരു സങ്കീർത്തന ഭാഗം നമ്മൾ ഓർമ്മ വരും. ദശതന്ത്രി നാദത്തോടെ കർത്താവിനെ സ്തുതിക്കുവിൻ. നിങ്ങളുടെ കയ്യിൽ എത്രമാത്രം നിങ്ങൾക്ക് ഈ കർത്താവിന് കീർത്തനങ്ങൾ പാടാൻ പറ്റുമോ അത്രയും സന്തോഷത്തോടുകൂടെ, അത്രയും തീഷ്ണതയോടുകൂടെ ദൈവത്തെ സ്തുതിക്കാനാണ് വചനം ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണേ. അങ്ങനെ ഒരു ജീവിതം മുഴുവനും കൊണ്ട് ദൈവത്തിന് വേണ്ടി ഗാനം ആലപിച്ച ഒരു വിശുദ്ധയുടെ തിരുനാളാണ്. ദൈവമുള്ളിൽ കിടക്കുന്നിടത്തോളം കാലം അവിടുത്തെ ഇങ്ങനെ ആരാധിക്കാനായി ജീവിതം ഒരു സംഗീതമാക്കി മാറ്റിയ ഒരു വിശുദ്ധ. ഒരു മനുഷ്യൻ ജയിലിൽ കിടക്കുമ്പോൾ അയാളെ ഒരു ഗിറ്റാർ മീട്ടി ഒരു ഗാനം ആലപിക്കുന്നുണ്ട്. ആ സമയം ജയിലധികാരികൾ അയാളുടെ ഗിറ്റാർ ഉടച്ച് കളയുന്നു, അതിൻ്റെ സ്ട്രിങ്ങൊക്കെ പൊട്ടിച്ച് കളയുന്നു. പിറ്റേ ദിവസം അയാൾ ഗിറ്റാറില്ലാതെ പാടുന്നു. അവർ വന്ന് അയാളുടെ നാവരിഞ്ഞ് കളയുന്നു. അതിൻ്റെ പിറ്റേ ദിവസം വരുമ്പോൾ ഈ ജയിലിൽ മുഴുവൻ ഒരു താളം കാണുന്നുണ്ട്. അയാൾ കാണിക്കുന്ന
കൈയുടെ താളത്തിനനുസരിച്ച് ഈ മനുഷ്യർ പതിയെ ഡാൻസ് ചെയ്ത് നിൽക്കുന്നുണ്ട്, പാട്ടൊക്കെ പാടുന്നുണ്ട്. അവരയാളുടെ കാലുകൾ വെട്ടാനായിട്ട് കൈവെട്ടിക്കളയുന്നു. പിറ്റേ ദിവസം വരുമ്പോഴും ഇതേ താളം അങ്ങനെ തന്നെ ആ ജയിലിൻ്റെ ഉള്ളിലുണ്ട്. അയാൾ തൻ്റെ കാലുകൾ കൊണ്ട് നൃത്തമാടുന്നുണ്ട്. പിന്നെയും അയാൾ ഉപദ്രവിക്കാൻ ചെല്ലുന്നവരോട് ആ ജയിലധികാരി പറയുന്നുണ്ട്, അയാളൊന്നും ചെയ്തിട്ട് കാര്യമില്ല, കാരണം അയാളുടെ സംഗീതം അയാളുടെ ഉള്ളിലാണ്. ഉള്ളിലിങ്ങനെ സംഗീതം കൊണ്ട് നടക്കാൻ പറ്റട്ടെ. ആ സംഗീതം കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയായിരിക്കട്ടെ. ജീവിതം ഇങ്ങനെ പരിവർത്തനപ്പെടുന്നത് കാണാൻ പറ്റും. ഒരൊറ്റ സോങ്, ഒരൊറ്റ പാട്ട് ഇങ്ങനെ മനുഷ്യരെ എത്രമാത്രം സ്വസ്ഥതയിലേക്കും ശാന്തതയിലേക്കും സൗഖ്യത്തിലേക്കുമൊക്കെ നയിക്കുന്നുണ്ടെന്ന് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് പറയണേ. രാത്രികാലങ്ങളിൽ ദേവാലയങ്ങളിലിടുന്ന ഇങ്ങനെ ദേവാലയങ്ങളിൽ നിന്നുയരുന്ന ശാന്തമായിട്ടുള്ള ഭക്തിഗാനങ്ങൾ ഒരു കാലത്ത് നമ്മുടെ നാട് മുഴുവൻ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു. അത് വലിയൊരു ശാന്തത നാട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏതൊരാലയങ്ങളിൽ നിന്നും ഏതൊരു ദേവാലയങ്ങളിൽ നിന്നും ഉയരുന്ന പ്രാർത്ഥനയുടെ ഗീതങ്ങൾ ഒരു നാടിനെ മുഴുവൻ സ്വസ്ഥതയിലേക്കും സൗഖ്യത്തിലേക്കുമൊക്കെ നയിച്ചിരുന്നു എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. കർത്താവിൻ്റെ സംഗീതം ഉള്ളിൽ കൊണ്ട് നടക്കുന്ന മനുഷ്യരായി ജീവിക്കാൻ വിശുദ്ധ സിസിലി പുണ്യവതിയോട് നമുക്ക് ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കഴിവുള്ളവർ, ഇങ്ങനെ ഗാനമാലപിക്കാൻ കഴിവുള്ളവർ അനങ്ങാതിരിക്കരുത്. ദേവാലയങ്ങളിൽ പാട്ടുപാടാൻ സാധിക്കുന്ന സമയങ്ങളിലൊക്കെ ഒന്ന് ചെന്ന് കർത്താവിനെ പുകഴ്ത്തി പാടണം. പണത്തിന് വേണ്ടിയല്ല, നേരെ മറിച്ച് കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടിയായിരിക്കട്ടെ നമ്മുടെ ആരാധനാ സ്തോത്രങ്ങൾ. ഈ മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്നോർത്ത് മാറി നിൽക്കാനല്ല, കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന കഴിവിനെ കർത്താവിനെ സ്തുതിക്കാൻ വേണ്ടി ഉപയോഗിക്കാനായിരിക്കട്ടെ നമ്മുടെ ശ്രമം. കർത്താവെ, ശരിക്കും ഉള്ളു തുറന്ന സ്നേഹത്തോടുകൂടെ അങ്ങയെ സ്തുതിച്ചു പാടാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തരണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ വിശുദ്ധ സിസിലി പുണ്യവതിയുടെ മധ്യസ്ഥം യാചിച്ചുകൊണ്ട് ഈ പുണ്യവതിയെ കണക്ക് ഉള്ളിൽ സംഗീതം കൊണ്ട് നടക്കാനും അത് അങ്ങേക്ക് വേണ്ടി ആലപിക്കാനും കർത്താവെ ഞങ്ങൾക്ക് കൃപ തരണമേ, ആശീർവദിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നമുക്ക് മുട്ടിന്മേലായി. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുനാമ കീർത്തനം പാടുവാനല്ലെങ്കിൽ നാവെനിക്ക് എന്തിനു നാഥ, അപദാനം എപ്പോഴും ആലപിച്ചില്ലെങ്കിൽ ഈ ജീവിതം എന്തിനു നാഥ. തമ്പുരാനെ, അങ്ങയെ സ്തുതിച്ചു പാടാത്തൊരു ദിവസം പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ. അങ്ങയെ വാഴ്ത്തിപ്പുകഴ്ത്താതെ ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങാൻ പോവാതിരിക്കട്ടെ. സ്വർഗ്ഗം അനുഗ്രഹിക്കട്ടെ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.